ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആവുന്ന രീതിയിലേക്ക് വിധികൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ കേരളത്തിലടക്കം മുനമ്പം വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പാവപ്പെട്ട അല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന പാവപ്പെട്ട വൈദികരെ ആക്രമിക്കുന്ന തലത്തിലേക്കാണ് ഇന്ന് മധ്യപ്രദേശിൽ നടന്ന സംഭവം നമുക്ക് വെളിവാക്കപ്പെടുന്നത്. പ്രാർത്ഥനയും നോമ്പുമായി മുന്നോട്ട് പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട അച്ഛന്മാർ പള്ളിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ പള്ളിയിൽ വന്ന തീർത്ഥാടകരെ പള്ളി ചുറ്റിക്കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഘം വന്ന സംഘപരിവാർ ശക്തികൾ പള്ളിയിലേക്ക് അതിക്രമിച്ച് കയറുകയും അച്ഛന്മാരെ കൈകാര്യം ചെയ്യുകയും ചെയ്തത് തീർച്ചയായിട്ടും ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരു വിഷയം തന്നെയാണ്. ജനാധിപത്യ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താമെന്ന് കരുതുന്ന സംഘപരിവാർ ശക്തികളോട് യൂത്ത് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒന്നേ പറയാനുള്ളൂ: ഈ കളി ഇവിടെ വാഴില്ല എന്ന് മാത്രം ഓർമ്മിപ്പിക്കാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എന്നുള്ളത് കേവലം ഒരു പേരിനപ്പുറം ക്രൂരതയുടെ ഒരു പ്രത്യയ ശാസ്ത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുക. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഒരു തുടർക്കഥയായിട്ട് ഇന്ത്യ മഹാരാജ്യത്ത്, മതേതരത്വ രാജ്യമായ ഇന്ത്യ മഹാരാജ്യത്ത് പീഡനങ്ങളുടെയും ക്രൂരതയുടെയും തുടർക്കഥകളായിട്ട് ന്യൂനപക്ഷങ്ങളെ തകർത്തെറിയുന്ന കാഴ്ചകളാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുക. ഇത് ഇന്നലെയും ആരംഭിച്ചതല്ല. മദർ തെരേസ തുടങ്ങിയുള്ള മിഷണറിമാർ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ സമുദായത്തിലും മുസ്ലിം സമുദായത്തിലും പെട്ടവർ, ഫാദർ സ്റ്റാൻ സ്വാമി എന്നിവരടക്കമുള്ളവരുടെ കാലഘട്ടത്തിലൊക്കെയും തന്നെ ന്യൂനപക്ഷങ്ങളോട് എത്രമേൽ ക്രൂരമായിട്ടാണ് സംഘപരിവാർ ശക്തികൾ പെരുമാറിയിട്ടുള്ളത് എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ്. അപ്പം ഇത്തരണത്തിൽ സംഘപരിവാറിൻ്റെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ഇത്തരം പ്രവർത്തനങ്ങളെ, അതിക്രമങ്ങളെ ശക്തമായ രീതിയിൽ ചെറുക്കും എന്ന് ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടിയിൽ ഇന്ന് ഇന്ത്യയിൽ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുക. നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെയൊക്കെ കണ്ടതാണ്. മധ്യപ്രദേശിലെ ജഗത്പൂരിൽ 2 മലയാളി വൈദികരടക്കമുള്ളവരെ സംഘപരിവാറിൻ്റെ പോലീസ് നോക്കി നിൽക്കുമ്പോൾ സംഘപരിവാർ ശക്തികൾ ആക്രമിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ ഈ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുക. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇന്ത്യയിൽ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു സംഘപരിവാറിൻ്റെ ഒരു ജാലക ശക്തിയായി മാറിക്കൊണ്ട് ഈ സംഘപരിവാർ ക്രൈസ്തവർക്ക് നേരെയുള്ള അക്രമങ്ങൾ തുടരെ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം, മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ നമ്മളെല്ലാവരും ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ടതാണ്. ഇവിടെ നേരത്തെ സ്വാഗത പ്രസംഗികൾ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട വൈദികൻ സ്റ്റാൻ സ്വാമിക്ക് സംഭവിച്ചതും നമ്മൾ കണ്ടതാണ്. സ്റ്റാൻ സ്വാമി എന്ന് പറയുന്ന ആ വൈദികന് ആദിവാസികളുടെ ഇടയിൽ അവരെ ശബ്ദമായതിൻ്റെ പേരിൽ മാത്രം നെക്സലറ്റ് എന്ന മുദ്ര ചാർത്തപ്പെട്ട് തുറങ്കിൽ അടക്കപ്പെട്ട് അവിടെ കിടന്ന് മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ട് ഏറെ കാലമായിട്ടില്ല. ആ സംഭവം കഴിഞ്ഞ് 2 വർഷം പിന്നിടുമ്പോഴാണ് ഇന്നലെ നമ്മൾ ദൃശ്യമാധ്യമങ്ങളിൽ കൂടെ കണ്ടത് മലയാളി വൈദികരായ ഡേവിസും ജോർജ് അടക്കമുള്ള വൈദികർക്ക് നേരെയുള്ള സംഘപരിവാർ ശക്തികളുടെ അക്രമം. അതും സംഘപരിവാറിൻ്റെ പോലീസ് നോക്കി നിൽക്കെ. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ എംപിമാർ ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് ഘോര പ്രസംഗിക്കുന്നത് നമ്മൾ കണ്ടതാണ്. നമുക്ക് അവരോട് ഒരു കാര്യമേ പറയാനുള്ളത്: നിങ്ങൾ മണിപ്പൂരിലേക്ക് ഒന്ന് എത്തി നോക്കണം. അതുപോലെ തന്നെ ക്രൈസ്തവ മിഷണറിമാർ പീഡിപ്പിക്കപ്പെടുന്ന ഇത്തരം സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങളൊന്ന് എത്തി നോക്കണം. അതല്ലാതെ ശീതീകരിച്ച മുറിയിലിരുന്നു കൊണ്ട് ക്രൈസ്തവരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ട് ക്രൈസ്തവരുടെ കണ്ണിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ജനതയുടെ കണ്ണിൽ പൊടിയിട്ട് മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. ക്രൈസ്തവർ ഇവിടെ ആക്രമിക്കപ്പെടുന്നത് ഒരു വാസ്തവം തന്നെയാണ്. അതിലാർക്കും തർക്കില്ല. അത് സംഘപരിവാർ ശക്തികൾ കൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യൻ മിഷണറിമാരായ ഇപ്പോൾ നമ്മൾ 2-3 പേരുടെ പേരുകൾ മാത്രമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഈ ഇന്ത്യയിലെ ഇന്ത്യൻ മിഷണറിമാരായ വൈദികരെയും സന്യസ്തരെയും അതിക്രൂരമായി മർദ്ദിക്കുന്ന രീതിയിലുള്ള സംഘപരിവാറിൻ്റെ ശക്തി ഇത് നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. ഇതിവിടെ അനുവദിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്
ഇന്നിവിടെ ഒരു പ്രതിഷേധ സമരം സംഘടിപ്പിച്ച യൂത്ത് കോൺഗ്രസിൻ്റെ അങ്കമാലി നിയോജക മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുത്ത എൻ്റെ മുഴുവൻ സഹപ്രവർത്തകരെയും ഒറ്റവാക്കിൽ ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് യൂത്ത് കോൺഗ്രസ്. രണ്ട് മുഖമാണ് ഇവിടെ സംഘപരിവാർ ശക്തികൾക്ക്. കേരളത്തിൽ ഇരട്ടത്താപ്പും കേരളത്തിന് പുറത്ത് ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന തലത്തിലേക്കും മാറിക്കൊണ്ടിരിക്കുന്ന ഇരട്ടത്താപ്പ്. ഇവിടെ കേരളത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് സാന്നിധ്യമില്ല, അവർക്ക് അവരുടെ സംവിധാനം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്നത് കണ്ടുകൊണ്ട് ക്രിസ്ത്യാനികളെയും മുസ്ലിമുകളെയും തമ്മിലടിപ്പിക്കുന്ന രീതിയിലേക്ക് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രതിഷേധം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടത്തുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെയുള്ളതാണ്. തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസ് ഇന്നൊരു ആഹ്വാനം നടത്തുകയാണ്. ഇന്ത്യ എന്നുള്ളത് ജനാധിപത്യ രാജ്യമാണെന്ന് മാത്രം ഓർമ്മിപ്പിക്കാനുള്ള ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഇന്നത്തെ ഈ പ്രതിഷേധ സംഗമത്തിൽ എത്തിച്ചേർന്നവർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി എറണാകുളം ജില്ലാ സെക്രട്ടറി അനീഷ് മണവാളിന് എല്ലാവരുടെയും പേരിലും നന്ദി പറയണു. അതുപോലെ തന്നെ ഇന്ന് ഈ യോഗം ഇവിടെ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ച അങ്കമാലി നിയോജകമണ്ഡലം പ്രസിഡന്റ് പോൾ ജോവറെ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയാണ്. അതുപോലെ തന്നെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആൻമേരി ടോമി ഈ യോഗത്തിൻ്റെ പേരിൽ നന്ദി പറയാണ്. അതുപോലെ എത്തിയ നമ്മുടെ